അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ദുറൂസുൽ അഖായിദിലെ 1ാമത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. കൂട്ടുകാർ എല്ലാവരും വർക്ക് ബുക്ക് എടുത്തില്ലേ? വർക്ക് ബുക്ക് പേജ് നമ്പർ 5. അൽ വഹ്ദത്തുൽ ഊല, 1ാമത്തെ പാഠം വസായിലുൽ ഇൽമ്. ഇവിടെ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം കൊടുത്തിരിക്കുന്നു. കൂട്ടുകാർ ഇത് നല്ലോണം വായിച്ച് മനസ്സിലാക്കുക. നക്തുബുൽ മഅന, ഇവിടെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം എഴുതണം. വസായിലുൽ ഇൽമ്, മആനിൽ കലിമാത്തിൽ 1ാമത്തത് നോക്കൂ. വസായിലുൽ ഇൽമ്, വിജ്ഞാനത്തിന്റെ മാധ്യമങ്ങൾ. അടുത്തത് കറമ, ആദരിച്ചു. ഇസ്തിഖ്ദാമുൻ, ഉപയോഗിക്കൽ. തംയീസ്, വിവേചന ശക്തി. അഹമ്മു, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹസമ, പരാജയപ്പെടുത്തി. ദുസ്തൂറുൻ, ഭരണഘടന. മസാദിറുൻ, ഉറവിടങ്ങൾ. തിബിയാനുൻ, വിശദീകരണം. ഷാസുൻ, ഒറ്റപ്പെട്ടവൻ. ഇസ്തിംബാത്തുൽ അഹ്കാം, വിധികളുടെ ഗവേഷണം. ലിസാനുൽ അറബ്, അറബി ഭാഷ. സുംറഹ്, സംഘം. അൻഫഉ, അൻഫഉ എന്നതിൻ്റെ അർത്ഥം ഏറ്റവും ഉപകാരപ്പെട്ടത്. അംബഅ, വർത്തമാനം പറഞ്ഞു. സആദത്തുദ്ദാറൈൻ, ഇരുലോക വിജയം. ഇനി അടുത്തത് നോക്കൂ. നക്തഷിഫുൽ ഇജാബഹ്, ഇവിടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം. 1ാമത്തെ ചോദ്യം, ഗൈബ് എന്നാൽ എന്ത്? ഗൈബിൽ നിന്ന് നാം വിശ്വസിക്കൽ നിർബന്ധമുള്ളവ ഏതെല്ലാം? ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഗൈബ് എന്നാൽ എന്ത്? 2, ഗൈബിൽ നിന്ന് നാം വിശ്വസിക്കൽ നിർബന്ധമുള്ളവ ഏതെല്ലാം? പഞ്ചേന്ദ്രിയങ്ങളെ തൊട്ട് മറയ്ക്കപ്പെട്ടതിനെയാണ് ഗൈബ് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹു, മലക്കുകൾ, അന്ത്യനാൾ തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയത് മുഴുവൻ ഗൈബിൽ നിന്ന് വിശ്വസിക്കൽ നിർബന്ധമായവയാണ്. 2ാമത്തെ ചോദ്യം, നാം എങ്ങനെയാണ് ഗൈബിലുള്ള വിശ്വാസം പ്രാപിക്കുക? ഉത്തരം, അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ശാശ്വത വിജയം ഉറപ്പാക്കുന്നത്. അതിലേക്ക് സൃഷ്ടികൾക്ക് ദർശനം നൽകാൻ വേണ്ടിയാണ് അള്ളാഹു നബിമാരെയും മുർസലുകളെയും അയച്ചത്. 3ാമത്തെ ചോദ്യം, ഖുർആനിലോ ഹദീസിലോ വ്യക്തമായ പരാമർശമില്ലാത്ത വിധികൾ എങ്ങനെയാണ് നാം പ്രാപിക്കുക? ഉത്തരം, മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തുന്നതിലൂടെ. 4ാമത്തെ ചോദ്യം, ഇജ്തിഹാദ് എന്നാൽ എന്ത്? ഉത്തരം, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഇജ്മാഇൻ്റെയും വെളിച്ചത്തിൽ വിധികൾ കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. 5ാമത്തെ ചോദ്യം, മുജ്തഹിദ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇൽമുകൾ ഏവ? ഉത്തരം, മുജ്തഹിദ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇൽമുകൾ 6 1. ഖുർആൻ, അതിൻ്റെ വിധിവിലക്കുകളും ഇനങ്ങളും. 2. ഹദീസ്, അതിൻ്റെ വിധിവിലക്കുകളും ഇനങ്ങളും. 3.
അൽ ഖിയാസ് അതിൻ്റെ ഇനങ്ങൾ സഹിതം. 4. നിവേദകരുടെ സ്വഭാവം വിശ്വാസയോഗ്യമോ അല്ലയോ എന്നിവ. 5. അറബി ഭാഷ അതിൻ്റെ വ്യാകരണശാസ്ത്രവും സാഹിത്യശാസ്ത്രവും. 6. സ്വഹാബത്തും അതിനുശേഷം വന്ന പണ്ഡിതന്മാരും പരസ്പരം ഏകോപിച്ചതും വിയോപിച്ചതുമായ അഭിപ്രായങ്ങൾ. 6ാമത്തെ ചോദ്യം, തഖ്ലീദ് എന്നാൽ എന്ത്? ഉത്തരം, കർമ്മശാസ്ത്ര നിയമങ്ങളിൽ ഒരാൾ ഒരു മുജ്തഹിദിനെ അനുകരിക്കുന്നതിനെയാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. 7ാമത്തെ ചോദ്യം, പ്രസിദ്ധ മുജ്തഹിദുകളായ 4 ഇമാമുകൾ ആരെല്ലാം? ഉത്തരം, 1. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 2. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 3. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 4. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. നക്മിലുൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ഡാഷ് ഹുവ ദുസ്തൂറു ഹയാത്തിൽ ഇൻസാൻ. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ഖുർആൻ. അൽ ഖുർആനു ഹുവ ദുസ്തൂറു ഹയാത്തിൽ ഇൻസാൻ. 2. ഡാഷ് ഹിയ ബയാനുൽ ലിൽ ഖുർആനിൽ കരീം. അവിടെ പൂരിപ്പിക്കേണ്ടത് അസ്സുന്നത്തു. അസ്സുന്നത്തു ഹിയ ബയാനുൽ ലിൽ ഖുർആനിൽ കരീം. 3. ലാ യുൽഹിറുല്ലാഹു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ ഡാഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് മനിർതല്ലാഹും. ലാ യുൽഹിറുല്ലാഹു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മനിർതല്ലാഹും. നഖ്റഉ വനസ്തവഇബുൽ മഅന. 1. തറക്തു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സകും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെ അർത്ഥം, 2 കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കില്ല. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും ആണത്. 2. ഫസ്അലു അഹ്ലദ് ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. ഇതിൻ്റെ അർത്ഥം, ഇതൊന്നും നിങ്ങൾക്കറിയില്ലെങ്കിൽ നേരത്തെ ഉത്ബോധനം ലഭിച്ചവരോട് ചോദിച്ചറിയുക. വർക്ക് ബുക്കിൽ 9ാമത്തെ പേജ് എടുക്കൂ. ഖണ്ഡിക തയ്യാറാക്കി ക്ലാസ്സിൽ വായിക്കാം. അൽ ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇവിടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഖണ്ഡിക തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഖണ്ഡിക തയ്യാറാക്കാം. ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയുടെ വിവിധ ഭാഗങ്ങൾ വിജ്ഞാനം കൊണ്ട് നിറയ്ക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ പണ്ഡിതൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഹിജ്റ 150 ഫലസ്തീനിലെ റസയിൽ ജനിച്ചു. പിതാവ് ഇദ്രീസ്. അബു അബ്ദില്ല എന്നാണ് വിളിപ്പേര്. മാതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ജന്മസ്ഥലമായ ഗസയിൽ നിന്ന് 2 വയസ്സുള്ളപ്പോൾ ഉമ്മ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ കൊണ്ടുവന്നു. അവിടെയാണ് വളർന്നതും വിദ്യാഭ്യാസം ആരംഭിച്ചതും. 7ാം വയസ്സിൽ വിശുദ്ധ ഖുർആനും 10ാം വയസ്സിൽ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥവും മനഃപ്പാടമാക്കി. റമളാൻ ദിനങ്ങളിൽ ഈ 2 ഖത്മും മറ്റു ദിവസങ്ങളിൽ ഓരോ ഖത്മും ഓതുക പതിവായിരുന്നു. മഹാനവർകൾ ഹിജ്റ 204 54ാം വയസ്സിൽ വഫാത്തായി. ഇതോടെ ഈ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.